ഏവർക്കും ഹയർ സെക്കൻഡറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. നാളെ മുതൽ +1 +2 വിദ്യാർത്ഥികളുടെ പബ്ലിക് എക്സാമിനേഷൻ ആരംഭിക്കുകയാണ്. +1 വിദ്യാർത്ഥികളുടെ ആദ്യ എക്സാമിനേഷൻ സെക്കൻഡ് ലാംഗ്വേജ്. എന്നാൽ +2 വിദ്യാർത്ഥികളിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികളുടെ ആദ്യ എക്സാമിനേഷൻ ഫിസിക്സ് എക്സാമിനേഷൻ ആണ്. ഹ്യൂമാനിറ്റി സബ്ജക്റ്റുകാർക്ക് സോഷ്യോളജി ഉണ്ട്. തീർച്ചയായും കൊമേഴ്സുകാർക്ക് നാളെ എക്സാമിനേഷൻ ഇല്ല. നെക്സ്റ്റ് വീക്കിലാണ് അവരുടെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. തീർച്ചയായും എല്ലാ വിദ്യാർത്ഥികളും ആദ്യ എക്സാമിനേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും എക്സാമിനേഷന് മുന്നേ എത്രത്തോളം മുന്നൊരുക്കം നടത്തുന്നോ അത്രത്തോളം പ്രാധാന്യമുണ്ട് എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരുക്കങ്ങൾക്ക്. തീർച്ചയായും +1 +2 പബ്ലിക് എക്സാമിനേഷൻ എഴുതുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായും കൂൾ ഓഫ് ടൈം എങ്ങനെ മാനേജ് ചെയ്യണം, ടൈം മാനേജ്മെന്റ് എങ്ങനെയായിരിക്കണം, വേ ഓഫ് റൈറ്റിംഗ് എങ്ങനെയായിരിക്കണം തുടങ്ങിയ സ്ട്രാറ്റജീസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും നിങ്ങൾക്കറിയാം +1 +2 വിദ്യാർത്ഥികളുടെ എല്ലാ എക്സാമിനേഷനും രാവിലെയാണ് ആരംഭിക്കുന്നത്. രാവിലെ കൃത്യം 9:30 എക്സാമിനേഷൻ ആരംഭിക്കും. സ്വാഭാവികമായും കൃത്യം 9:30 ഹാളിൽ ഓടി ചെല്ലേണ്ടത്. 9:15 മുന്നേ തന്നെ, 15 മിനിറ്റിന് മുന്നേ തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ ഹാളിൽ നിങ്ങൾ പ്രവേശിക്കുക. സ്കൂളിൽ ചെല്ലുക. ഹാൾ ടിക്കറ്റ് മുഖ്യം. നിങ്ങളുടെ കൈവശം ഹാൾ ടിക്കറ്റ് ഉണ്ടായിരിക്കണം. ഹാൾ ടിക്കറ്റ് നോക്കി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എവിടെയാണ്, ഏത് റൂമിലാണ് അലോട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കി ആ റൂമിൽ പ്രവേശിക്കുക. തീർച്ചയായും 15 മിനിറ്റിന് മുന്നേ തന്നെ ആ റൂമിന്റെ ചാർജുള്ള ഇൻവിജിലേറ്റർ, എക്സാമിനേഷന്റെ ചാർജുള്ള അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അവിടെ കാണും. ഹാൾ ടിക്കറ്റ് കാണിച്ച് എക്സാമിനേഷൻ ഹാളിൽ പ്രവേശിക്കുക. നിങ്ങളുടെ സീറ്റ് എവിടെയാണെന്ന് മനസ്സിലാക്കുക. ഒരു 10 മിനിറ്റിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫേസിംഗ് ഷീറ്റ് നൽകും എക്സാമിനേഷൻ എഴുതാനുള്ള. ആ ഫേസിംഗ് ഷീറ്റ് കൃത്യമായി ഫില്ല് ചെയ്യുക. നെയിം ഓഫ് എക്സാമിനേഷൻ എഴുതുക, സബ്ജക്ട് എഴുതുക, ഡേറ്റ് എഴുതുക, രജിസ്റ്റർ നമ്പർ വെരി വെരി ഇമ്പോർട്ടന്റ്. ഹാൾ ടിക്കറ്റ് നോക്കി തെറ്റാതെ എഴുതുക. വേർഡ്സിലും എഴുതണം, ഡിജിറ്റ്സിലും എഴുതണം. പല കുട്ടികളും അവിടെ മിസ്റ്റേക്കുകൾ വരുത്താറുണ്ട്. ഒരു കാരണവശാലും മിസ്റ്റേക്ക് വരുത്താൻ പാടില്ല. ശ്രദ്ധയോടുകൂടി, അതിസൂക്ഷ്മതയോടുകൂടി നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതുക. ഹാൾ ടിക്കറ്റ് നോക്കി തന്നെ എഴുതുന്നതാണ് ഉത്തമം. ഇത്രയും കാര്യങ്ങൾ ഈ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഒരു 2 മിനിറ്റ് ഒന്ന് ധ്യാനിച്ച് മനസ്സൊന്ന് ശാന്തമാക്കുക. അല്ലാതെ ഹറിബറിയായിട്ട് ഓടി 9:25 ഹാളിൽ കയറി എവിടെയാണ് എന്റെ സീറ്റ് എന്ന് തപ്പി നടന്ന്, അല്ലെങ്കിൽ റൂം എവിടെയാണെന്ന് തപ്പി നടന്ന് അങ്ങനെ മനസ്സ് ആവശ്യമില്ലാതെ ടെൻഷൻ ഉണ്ടാക്കാൻ പാടില്ല. വളരെ കൂളായിട്ട് നിങ്ങൾക്ക് 9:15 മുന്നേ സ്കൂളിൽ എത്തിച്ചേരാൻ, വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങണം എന്ന് നേരത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ധാരണയനുസരിച്ച് വളരെ നേരത്തെ തന്നെ, കുറച്ച് നേരത്തെ തന്നെ സ്കൂളിൽ എത്തിച്ചേരുന്നതാണ് അത്യുത്തമം. ഓക്കെ, തീർച്ചയായിട്ടും കൃത്യം 9:30 ആദ്യ മണി മുഴങ്ങുമ്പോൾ നിങ്ങളുടെ കൈവശം കിട്ടിക്കഴിഞ്ഞു നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. നാളെ ആദ്യം +1 സെക്കൻഡ് ലാംഗ്വേജ് ആണ്. ഹിന്ദി ആണെങ്കിൽ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ, മലയാളം ആണെങ്കിൽ മലയാളം, അറബിക് ആണെങ്കിൽ അറബിക്, പിന്നെ ഫ്രഞ്ച്, ലാറ്റിൻ, സിറിയക്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണോ ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് കിട്ടുന്നു. സെക്കൻഡ് ഇയേഴ്സിനാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രാധാന്യമുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഫിസിക്സ് എക്സാമിനേഷൻ. ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. തീർച്ചയായും നിങ്ങൾക്കറിയാം പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റിന്റെ എക്സാമിനേഷൻ ടൈം പ്രാക്ടിക്കൽസ് ഉള്ള സബ്ജക്റ്റിന്റെ എക്സാമിനേഷൻ ടൈം 2 മണിക്കൂറാണ്. പ്രാക്ടിക്കൽസ് ഇല്ലാത്ത സബ്ജക്റ്റിന് 2.5 മണിക്കൂറാണ് റൈറ്റിംഗ് ടൈം, എക്സാമിനേഷൻ ടൈം. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും കിട്ടും. സ്വാഭാവികമായിട്ടും കൃത്യം 9:30 ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സൊന്ന് കൂളാക്കി എങ്ങനെ എഴുതണം, എക്സാമിനേഷൻ എഴുതണം എന്ന പ്ലാനിംഗ് നടത്താനുള്ള സമയമാണ് കൂൾ ഓഫ് ടൈമിൽ 15 മിനിറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് പിന്നാലെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ 15 മിനിറ്റിന് ശേഷം കൃത്യം 9:45 ആകുമ്പോൾ രണ്ടാമത്തെ മണി മുഴങ്ങും. മണി മുഴങ്ങുന്നത് ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി. എക്സാമിനേഷൻ എഴുതി തുടങ്ങാനുള്ള സമയമാണ്. അടുത്ത 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ നിങ്ങളുടേതാണ്. കൃത്യമായി സിസ്റ്റമാറ്റിക്കായി നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് കൃത്യസമയത്ത് എഴുതി തുടങ്ങുക. തീർച്ചയായും ഒരു 10 മിനിറ്റിന് മുന്നേ എഴുതി തീർക്കാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അതായത് 2 മണിക്കൂർ എക്സാമിനേഷൻ ആണെങ്കിൽ 1 മണിക്കൂറും 50 മിനിറ്റും ആകുമ്പോൾ എക്സാമിനേഷൻ എങ്ങനെ എഴുതി തീർക്കാം ആ രീതിയിൽ പ്ലാൻ ചെയ്യുക. പിന്നെ ബാക്കി 10 മിനിറ്റ് എന്തിന് എന്ന് ചോദിക്കേണ്ട. ആ 10 മിനിറ്റ് എഴുതിയ കാര്യങ്ങൾ ഒന്നുകൂടെ ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി, ഒന്നുകൂടെ ഓടിച്ചു നോക്കാൻ വേണ്ടിയുള്ള സമയമാണ്. ഒപ്പം പേപ്പർ കൃത്യമായി അടുക്കി ഓർഡറാക്കി വെക്കാനുള്ള സമയമാണ്. ഇൻ കേസ്
ഏതെങ്കിലും പ്രശ്നങ്ങൾ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചില സെഷനിൽ കംപ്ലീറ്റ് ആയിട്ട് പെർഫെക്ഷൻ ഫീൽ ചെയ്യുന്നില്ല, അപ്പൊ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനുള്ള സമയം കൂടെ ഈ 10 മിനിറ്റിൽ കണ്ടെത്തേണ്ടതുണ്ട്. സോ കൃത്യം എന്താണ്, 2 മണിക്കൂറിന്റെ എക്സാമിനേഷൻ ആണെങ്കിൽ 2 മണിക്കൂർ ആകുമ്പോൾ, 2.5 മണിക്കൂറിന്റെ എക്സാമിനേഷൻ ആണെങ്കിൽ 2.5 മണിക്കൂർ ആകുമ്പോൾ ബെല്ലടിക്കും, അടുത്ത മണി മുഴങ്ങും. എക്സാമിനേഷൻ അവസാനിപ്പിക്കാനുള്ളതാണ്. ആ മണി മുഴങ്ങിയതിന് ശേഷം, പണ്ട് 5 മിനിറ്റ് നേരത്തെ വാർണിംഗ് ബെൽ അടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. 2 മണിക്കൂറാണെങ്കിൽ 2 മണിക്കൂറിനാണ് ക്ലോസിംഗ് ബെൽ അടിക്കുന്നത്. 2.5 മണിക്കൂറിന്റെ എക്സാമിനേഷൻ ആണെങ്കിൽ 2.5 മണിക്കൂർ. അതിനുശേഷം നിങ്ങൾ പേപ്പർ കെട്ടി ആൻസർ ഷീറ്റ് നിങ്ങളുടെ റൂമിലെ ചാർജുള്ള ഇൻവിജിലേറ്ററിന് കൈമാറുക. തീർച്ചയായും പേപ്പർ കെട്ടുമ്പോൾ ശ്രദ്ധയോടെ കെട്ടുക, ലൂസായിട്ട് കെട്ടരുത്. പേപ്പർ കൊഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് കെട്ടുക. കെട്ടാൻ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ പഠിക്കുക. ഓക്കെ, സോ എക്സാമിനേഷൻ കഴിഞ്ഞു, കൂളായിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കും. സോ തീർച്ചയായും വീണ്ടും ആദ്യം മുതലേ വരികയാണ്. 9:30 ബെല്ലടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂൾ ഓഫ് ടൈം ആരംഭിക്കുകയാണ്. എങ്ങനെ നമുക്ക് കൂൾ ഓഫ് ടൈം മാനേജ് ചെയ്യാം? ആ കൂൾ ഓഫ് ടൈമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻ അപ്പുറത്തും ഇപ്പുറത്തും ചോദിച്ചെഴുതുന്ന സമയമല്ല. തീർച്ചയായിട്ടും നിങ്ങൾ എഴുതുന്ന ആ എക്സാമിനേഷൻ ഒന്ന് പ്ലാൻ ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ +2 വിദ്യാർത്ഥികളുടെ സബ്ജക്ട് ഫിസിക്സ് എക്സാമിനേഷൻ ആണ്. ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. സപ്പോസ് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വി ഹാവ് ടു ആൻസർ എനി 5 ക്വസ്റ്റ്യൻ. ഇതായിരിക്കും ഇൻസ്ട്രക്ഷൻ. അപ്പൊ നിങ്ങൾ ആ സമയം കൂൾ ഓഫ് ടൈമിൽ തീരുമാനിക്കുക, ഈ 7 ക്വസ്റ്റ്യനിൽ പെർഫെക്ഷനോടുകൂടി പെർഫെക്റ്റ് ആയിട്ട് കൃത്യമായി നമുക്ക് ആൻസർ അറിയാമെന്നുള്ള 5 ക്വസ്റ്റ്യൻ ഏതൊക്കെ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ അറിയാം, ഹാപ്പിയാണ്, ജസ്റ്റ് ഒരു ടിക്ക് ഇടുക. പെൻസിൽ കൊണ്ട് ഇട്ടാൽ മതി ക്വസ്റ്റ്യൻ പേപ്പറിൽ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എഴുതാൻ പാടില്ല. നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പറും മാത്രമേ എഴുതാവൂ. ഓക്കെ, ജസ്റ്റ് ഒരു ടിക്ക് ഇടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ്. 2ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു, അറിയാം, ടിക്ക് ഇട്ടു. 3ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു, അറിയാം, ടിക്ക് ഇട്ടു. 4ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. വിഷമിക്കണ്ട, ചോയ്സ് ഉണ്ടല്ലോ, കളഞ്ഞേരെ. അതിനെക്കുറിച്ച് പിന്നെ അയ്യോ ഇതെങ്ങനെയാന്ന് ഇപ്പത്തൊന്നും നോക്കണ്ട, ആലോചിച്ച് തല പുണ്ണാക്കുകയും വേണ്ട. ഓക്കെ, നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചാടുക. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാം, ഹാപ്പിയാണ്, ടിക്ക് ഇട്ടു. അടുത്ത ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഒരു ചെറിയ സംശയം, അതാണോ ഇതാണോ സംശയം, ജസ്റ്റ് ഒന്ന് സർക്കിൾ ചെയ്യുക. അങ്ങനെ ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കറിയാം, ഒന്ന് ചിന്തിക്കണം, പക്ഷെ അവിടെ ചിന്തിച്ച് സമയം പാഴാക്കരുത്. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക, ജസ്റ്റ് ഒരു സർക്കിൾ ഇടുക. ഇങ്ങനെ ഇപ്പോൾ സപ്പോസ് 7 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ടത്. 5 ടിക്കായെങ്കിൽ നിങ്ങൾ ആ സെഷനെ കുറിച്ച് പിന്നെ നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. 5 എണ്ണം മതിയല്ലോ, 5ൽ കൂടുതലായിട്ട് വലിയ കാര്യമൊന്നുമില്ല. എക്സ്ട്രാ അറിയാമെങ്കിൽ ഏറ്റവും അവസാനം നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. സോ നെക്സ്റ്റ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതും ഇതേപോലെ എത്ര ക്വസ്റ്റ്യൻ? 5 ക്വസ്റ്റ്യൻ കാണും, ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ ആയിരിക്കും ആൻസർ ചെയ്യാൻ പറയുന്നത്. അവിടെ 2 ചോയ്സ് ഉണ്ട്. അപ്പൊ അവിടെ ഇതേ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ചിലപ്പോൾ ഇൻ കേസ് നമുക്ക് എത്രയാണ് 5 ടിക്ക് വേണമെന്ന് വിചാരിച്ചോ, 4 ടിക്കേ വന്നുള്ളൂ, ടെൻഷനൊന്നും അടിക്കണ്ട. അറിഞ്ഞൂടാത്തതിന് ഇപ്പൊ വേറെ എവിടെ നിന്ന് കിട്ടുമോ? ഒരിടത്തുനിന്ന് കിട്ടത്തില്ല, അടുത്ത ഇതിലേക്ക് പോവുക. ഇങ്ങനെ ഓരോ സെഷനിലും നമ്മൾ ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് പെർഫെക്ഷനോടുകൂടി ആൻസർ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് ടിക്കിട്ട് പോവുക. അങ്ങനെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഈ ടിക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞു, വട്ടങ്ങളൊക്കെ ഇട്ടു. 10 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ തീർച്ചയായും ഒത്തിരി ടിക്കുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. സർക്കിളുകളുടെ എണ്ണം കുറയട്ടെ എന്നും പ്രതീക്ഷിക്കുന്നു. സോ വീണ്ടും ഒരു 5 മിനിറ്റ് സമയമുണ്ട്. ആ സമയം എന്ത് ചെയ്യുക? ഈ സർക്കിൾ ഇട്ട ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ വായിച്ചു നോക്കുക. അപ്പോൾ നമ്മളെന്താണ്, ആദ്യത്തെ ഒരു പരിഭ്രമമൊക്കെ മാറി, ടെൻഷനൊക്കെ മാറി, മനസ്സൊന്ന് ചെറുതായിട്ട് ശാന്തമാകും. അതാണ് കൂളിംഗ് ടൈം എന്ന് പറയുന്നത്. കാരണം ഒത്തിരി ടിക്കുകളായി കുറെ ക്വസ്റ്റ്യൻസ് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ ഒരു ആത്മവിശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. സോ തീർച്ചയായും വീണ്ടും ഒന്നുകൂടെ ഈ സർക്കിൾ ചെയ്ത ക്വസ്റ്റ്യൻസ് വായിക്കുക. സർക്കിൾ ചെയ്യാത്ത ക്വസ്റ്റ്യൻ ഇൻ കേസ് തികഞ്ഞില്ല എങ്കിൽ, നമുക്ക് ആവശ്യമായ ഓരോ സെഷനിലും ആവശ്യമായ ക്വസ്റ്റ്യൻസ് നമുക്ക് ടിക്കിടാൻ സാധിച്ചില്ല എങ്കിൽ വീണ്ടും ഇതിലെ നമ്മൾ ടിക്കിടാത്ത അല്ലെങ്കിൽ സർക്കിൾ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ സർക്കിൾ ഇട്ട പല സംഗതികളും ടിക്കായി മാറാൻ സാധ്യതയുണ്ട്. സോ ഒരിക്കൽ കൂടെ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ച് അവസാനത്തെ 1 മിനിറ്റ് മനസ്സൊന്ന് ശാന്തമാക്കി ഏത് ഓർഡറിൽ എഴുതണം. 1ാമത്തെ ക്വസ്റ്റ്യൻ ആദ്യം എഴുതണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഏത് സെഷൻ വേണോ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ആദ്യം 1 മാർക്കിന്റെ ആകാം, അല്ലെങ്കിൽ 3 മാർക്കിന്റെ എഴുതാം, അല്ലെങ്കിൽ 6 മാർക്കിന്റെ എഴുതാം. എങ്കിലും ഐശ്വര്യം 1ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഒരു ഓർഡറിൽ എഴുതുന്നതാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അറിയാലോ, നിങ്ങളുടെ പേപ്പർ വാല്യൂ ചെയ്യുന്നത് നിങ്ങളുടെ അധ്യാപകരല്ല, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകരല്ല, വേറെ ഏതോ ഒരു ജില്ലയിലെ ഏതോ ഒരു സ്കൂളിലെ ഏതോ ഒരു അധ്യാപകൻ, നിങ്ങളെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത അധ്യാപകനാണ്. അയാൾക്ക് അറിയത്തില്ലല്ലോ ഇത് ഇന്നയാളുടെ പേപ്പറാണെന്ന്. സോ സ്വാഭാവികമായും ഒരു പേപ്പർ, ആൻസർ പേപ്പർ കിട്ടുമ്പോൾ അതിലെ വേ ഓഫ് റൈറ്റിംഗ്, അതിന്റെ നീറ്റ്നെസ്, അതാണ്
ഒരു പേപ്പർ വാല്യൂ ചെയ്യുന്ന അധ്യാപകനെ ഇംപ്രസ് ചെയ്യിപ്പിക്കുന്നത്. ആ ഇംപ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അയാളെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ, മികവുറ്റ രീതിയിൽ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് വാല്യൂ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മാർക്കുകൾ കിട്ടാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ലാംഗ്വേജ് എഴുതുമ്പോൾ. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായി എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ ആദ്യം എഴുതാൻ. ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ എഴുതി തെറ്റിപ്പോയി മൊത്തം വെട്ടി അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെർഫെക്ഷനോട് കൂടി എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് സെഷൻ ആണോ സെക്കൻഡ് സെഷൻ ആണോ ഏതാണെന്ന് തീരുമാനിക്കുക. ആ ഒരു ഓർഡറിൽ നിങ്ങൾ എഴുതി തുടങ്ങുക. തീർച്ചയായും ആദ്യത്തെ ഒരു ഓർഡറിൽ തന്നെ ഒരു ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ പോകുന്നതാണ് നല്ലത്. 1 എഴുതിയിട്ടടുത്ത് 12 എഴുതിയിട്ടടുത്ത് 14 അടുത്ത് പിന്നെ 21ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഷഫിൾ ചെയ്ത് പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളെ ബുദ്ധിമുട്ടിക്കരുത്. അയാൾ സ്വാഭാവികമായിട്ട് ഇവനൊന്നും അറിയത്തില്ല, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഒരു ഓർഡറിൽ എഴുതാൻ ശ്രമിക്കുക. മികച്ച രീതിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതൊരു പ്രശ്നമേ അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് ഏതൊരു ഓർഡറിൽ എഴുതണമെന്ന് കൂടെ നമ്മൾ കൂൾ ഓഫ് ടൈമിൽ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. സോ ഇനി ആൻസർ എഴുതി കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, അങ്ങനെ ഏറ്റവും മികച്ച രീതിയിൽ അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി. അവസാനമാണ് നമ്മൾ സർക്കിൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എഴുതുന്നത്. അതായത് ചില അഡ്ജസ്റ്റ്മെന്റുകൾ, ഒപ്പിക്കലുകൾ അല്ലെ, നമുക്ക് വ്യക്തതയില്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചില തട്ടിക്കൂട്ടലൊക്കെ കാണിച്ച് ആൻസർ ഷീറ്റിൽ ചില കാര്യങ്ങൾ ഒപ്പിക്കുമല്ലോ. ആ കാര്യങ്ങളൊക്കെ അവസാനം ഒപ്പിക്കുന്നതാണ് നല്ലത്. തുടക്കത്തിലെ ഒപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് എഴുതാതിരിക്കുക. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൽ പ്രൂവ് ദാറ്റ്, ഷോ ദാറ്റ് എന്നൊക്കെ വരുമ്പോൾ LHS = RHS ഒക്കെ ഒപ്പിക്കുന്ന ബിരുദന്മാരുണ്ട്. അങ്ങനത്തെ ഒപ്പിക്കലുകൾ ഏറ്റവും അവസാനം ചെയ്യുന്നതാണ് ബെറ്റർ. ഇനി മറ്റൊരു കാര്യം, എല്ലാവരും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിടുക്കന്മാരാകണമെന്നില്ലല്ലോ. നമുക്ക് സഫീഷ്യന്റ് ആയിട്ട് ടിക്കുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. ഒത്തിരി സർക്കിൾസ് വരും, ചിലപ്പോൾ ടിക്കും കാണൂല, സർക്കിളും കാണൂല, അങ്ങനത്തെ കക്ഷികളും കാണും. അപ്പൊ സ്വാഭാവികമായിട്ടും ഓരോ സെഷനിലും ഇപ്പൊ ഒന്നാമത്തെ സെഷനിൽ 7 ക്വസ്റ്റ്യൻ ഉണ്ട്, 5 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. നമുക്കിപ്പോ 2 ക്വസ്റ്റ്യനെ അറിയാവും. തീർച്ചയായും ആ സെഷനിൽ 5 ക്വസ്റ്റ്യന് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. നിങ്ങൾക്ക് എന്തറിയാമോ അത് എഴുതുക. ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ച് ക്വസ്റ്റ്യനിലെ ചില ഡാറ്റാസ് എങ്കിലും എഴുതുക, മാത്സിലും ഫിസിക്സിലും കെമിസ്ട്രിയിലൊക്കെ. ഓക്കെ, അപ്പൊ ഓരോ സെഷനിൽ ഇപ്പൊ രണ്ടാമത്തെ സെഷനിൽ 7 ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് 5 ക്വസ്റ്റ്യൻ എഴുതണം. നമുക്ക് 4 ക്വസ്റ്റ്യൻ അറിയാം, 1 ക്വസ്റ്റ്യൻ അറിയത്തില്ല. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, നമുക്ക് എന്തെങ്കിലും എഴുതാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഓരോ സെഷനിലും സഫീഷ്യന്റ് ആയിട്ടുള്ള നമ്മൾ എഴുതേണ്ട, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് തന്നെ പോകണം. ഓക്കെ, നിങ്ങളുടെ സമയം കൊള്ളാമെങ്കിൽ നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് എന്തൊക്കെയൊക്കെ എഴുതി, നിർഭാഗ്യവശാൽ അല്ലെ, നിങ്ങളുടെ നിർഭാഗ്യമല്ല, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയുള്ള നിർഭാഗ്യം കൊണ്ട് ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും, കിട്ടി, നിങ്ങൾക്ക് ആ മാർക്ക് മൊത്തം ഫ്രീ ആയി. അതുകൊണ്ട് തന്നെ ഓരോ സെഷനിലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് നിർബന്ധമായും അറ്റൻഡ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ 4 ഓപ്ഷൻ കാണും. തീർച്ചയായിട്ടും അത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടായെങ്കിലും മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യണം. ഫിസിക്സിൽ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനത്തെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കും. അത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായെങ്കിലും ആൻസർ ചെയ്യുക. 4 എണ്ണത്തിൽ 1 കറക്കി കുത്താനെങ്കിലും അറിയത്തില്ലേ, ഒന്നെങ്കിലും കറക്കി കുത്തുക. അതുപോലെ മാച്ച് ദ ഫോളോയിങ്, ഒന്നും അറിഞ്ഞുകൂടായെങ്കിലും മാച്ച് ചെയ്യണം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അങ്ങ് മാച്ച് ചെയ്ത് വെക്കുക, മാർക്ക് കിട്ടും. ഇനി മറ്റൊരു സംഭവം ഉണ്ട്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. പല പിള്ളേരും ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യത്തില്ല. വെരി സിമ്പിൾ അല്ലേ, ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, കഴിഞ്ഞു. ഫിസിക്സിൽ എനിക്ക് അതൊന്നും അങ്ങനെ ഒരു 2 ഓപ്ഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ വരെ ചിലപ്പോൾ ഒൻവേഡിന് ചോദിക്കാം, അതാണോ ഇതാണോ, ഏതെങ്കിലും ഒന്നെങ്കിലും കറക്കി കുത്തിക്കൂടെ. അപ്പോൾ ആ രീതിക്ക് നിങ്ങൾ തീർച്ചയായിട്ടും മൾട്ടിപ്പിൾ ചോയ്സ്, മാച്ച് ദ ഫോളോയിങ്, ഇത്തരം ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യുക. കൃത്യമായിട്ട് അറിയാമെങ്കിൽ ടെൻഷന്റെ ആവശ്യമില്ല, അറിയില്ല എങ്കിൽ കറക്കി കുത്തുക എന്ന പരിപാടിയെങ്കിലും നിങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതുണ്ട്. സോ എക്സാമിനേഷൻ എഴുതുമ്പോൾ വളരെ വേ ഓഫ് റൈറ്റിംഗ് വളരെ നീറ്റ് ആയിരിക്കണം. എല്ലാവർക്കും മികച്ച ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ഉണ്ടാകണമെന്നില്ല. പക്ഷെ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് അടുക്കി എഴുതുക അല്ലെ. അണ്ടർലൈൻ ചെയ്യേണ്ട സ്ഥലത്ത് അണ്ടർലൈൻ ചെയ്യുക, വളരെ നീറ്റ് ആയിട്ട് എഴുതുക. ഫിഗറൊക്കെ വളരെ ഭംഗിയായിട്ട് വരയ്ക്കുക. മാത്തമാറ്റിക്സിലും ഫിസിക്സിലും സിംപ്ലിഫിക്കേഷൻസ്, ഒരു ക്വസ്റ്റ്യന്റെ സിംപ്ലിഫിക്കേഷൻ അതിന്റെ നേരെ തന്നെ എഴുതുക. ചിലർ ചെയ്യും ക്വസ്റ്റ്യൻ പേപ്പറിൽ സിംപ്ലിഫിക്കേഷൻ അല്ലെ. നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് ആൻസർ പേപ്പർ വാല്യൂ ചെയ്ത ആളെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ സിംപ്ലിഫിക്കേഷനും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ തന്നെയാണ് എഴുതേണ്ടത്, അല്ല കയ്യിലല്ല എഴുതേണ്ടത്, അവിടെ ഇരിക്കുന്ന ബെഞ്ചിലല്ല എഴുതേണ്ടത്. തീർച്ചയായിട്ടും ഓരോ ക്വസ്റ്റ്യനും നേരത്തെ ചില കുട്ടികളുണ്ട്, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ സിംപ്ലിഫിക്കേഷൻ ആയിട്ട് താഴെ എഴുതി വെക്കും അല്ലെ, പേപ്പർ കാണാൻ വൃത്തി കാണത്തില്ല. സോ ആ ഒരു നീറ്റ്നെസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മാത്സ് എഴുതുമ്പോഴും ഫിസിക്സ് എഴുതുമ്പോഴും ഇക്വേഷൻസ് ഒക്കെ എഴുതുമ്പോൾ ഈക്വൽ ടു ഒക്കെ ഒരു ഓർഡറിൽ ഭയങ്കര ഭംഗിയായിട്ട് എഴുതുമ്പോൾ ആ ഇവൻ കളി അറിയാം, കാര്യം അറിയാവുന്ന കുട്ടിയാണ് എന്ന് ചോദ്യകർത്താവിന് നിങ്ങളെ കാണാതെ തന്നെ മനസ്സിലാക്കും.
അല്ലെ, ചോദ്യകർത്താവിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മാത്രമല്ല, ലാംഗ്വേജ്, ഇംഗ്ലീഷ്, സെക്കൻഡ് ലാംഗ്വേജ് വിഷയങ്ങൾക്കൊക്കെ അത് ബാധകമാണ്. സോ തീർച്ചയായിട്ടും നല്ല വ്യക്തമായ രീതിയിൽ എഴുതുക. അതുപോലെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ, തെറ്റ് വന്നാൽ കഴിയുന്നതും ആൻസർ ഷീറ്റ് നിങ്ങൾ വെട്ടേണ്ട ഉത്തരവാദിത്തം പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളാണ്. കാരണം മാത്തമെറ്റിക്സിൽ പലപ്പോഴും പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ആൻസർ ചെയ്തു, അയ്യോ എനിക്ക് മിസ്റ്റേക്ക് വരും, മൊത്തം വെട്ടിക്കളയും. അടുത്ത് രണ്ടാമത് വീണ്ടും ഒന്നേന്ന് ചെയ്യും. രണ്ടാമത് വീണ്ടും ചെയ്യുമ്പോൾ വേറൊരു ആൻസർ ആയിരിക്കും. പക്ഷേ പബ്ലിക് പരീക്ഷ കഴിഞ്ഞ് വെളിയിൽ ഇറങ്ങുമ്പോൾ ആദ്യം എഴുതിയതായിരിക്കും ശരി, രണ്ടാമത് എഴുതിയത് തെറ്റായിരിക്കും. പോയില്ലേ മാർക്ക്. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ എഴുതിയത് തെറ്റ് ആണെങ്കിൽ ഒന്നുകൂടെ നോക്കുക, ഒന്നുകൂടെ വെരിഫൈ ചെയ്യുക, കഴിയുന്നതും വെട്ടാതിരിക്കുക, അങ്ങനെ ഇട്ടിരിക്കുക. അത് പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളത് കറക്റ്റ് ചെയ്തോളും. സോ ഇത്തരം ചെറിയ നുറുങ്ങ് വിദ്യകൾ കൂടെ നിങ്ങൾ ഓർമ്മിച്ചിരുന്നാൽ നമ്മുടെ യഥാർത്ഥ മാർക്കിന്റെ കൂടെ ഒരു 5 or 6 മാർക്ക് കൂടുതൽ കിട്ടാൻ ഇത്തരം രീതിയിൽ എക്സാമിനേഷൻ എഴുതുന്നത് സഹായിക്കും. ഇനി മറ്റൊരു കാര്യം, ഇപ്പൊ മാത്തമെറ്റിക്സ് സബ്ജക്റ്റ് ആണെങ്കിൽ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. പലപ്പോഴും മാത്തമെറ്റിക്സ് എക്സാമിനേഷൻ എഴുതുമ്പോൾ കുട്ടികൾക്ക് സമയം കിട്ടിയില്ല എന്ന് പറയും. കാര്യം എന്താണ്? ഒരു ക്വസ്റ്റ്യൻ എഴുതുന്നു, കുറെ കഴിയും അയ്യോ തെറ്റ്, വെട്ടിക്കളയുന്നു, വീണ്ടും ആ ക്വസ്റ്റ്യൻ എഴുതുന്നു. ഇതുപോലെ ഒരു 3 ക്വസ്റ്റ്യൻ വെട്ടി കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സമയം നഷ്ടം വരും. അതുകൊണ്ട് തന്നെ കൃത്യമായി പഠിച്ചു പോകുന്ന കുട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എങ്കിലും നിങ്ങൾ ഒരു പ്ലാനിങ് നടത്തുക. പരീക്ഷയ്ക്ക് മുന്നേ തന്നെ 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഇത്ര സമയത്തിനുള്ളിൽ എഴുതി തീർക്കണം. നമുക്ക് 2 മണിക്കൂറാണ്. അപ്പൊ 3 മാർക്കിന്റെ ക്വസ്റ്റ്യന് ഒരു പർട്ടിക്കുലർ ടൈം, 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇത്ര സമയം, 6 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ഇത്ര സമയത്തിനുള്ളിൽ എഴുതി തീർക്കണം എന്നൊരു ധാരണ എത്തി. അതായത് ഒരു 10 മിനിറ്റിന് മുന്നേ, എക്സാമിനേഷൻ തീരുന്നതിന് 10 മിനിറ്റിന് മുന്നേ ഈ 3 സെഷനിലെയും നമുക്ക് സഫീഷ്യന്റ് ആയ ക്വസ്റ്റ്യൻസ് എഴുതി എങ്ങനെ തീർക്കാം, ആ ഒരു ടൈം നമ്മൾ കൃത്യമായി പാലിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ രീതിക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും എഴുതാനുള്ള സമയം കിട്ടും. ഇൻ കേസ് നമ്മൾ ഇത്തിരി സ്ലോ ആണെങ്കിൽ വാച്ച് കയ്യിലുണ്ടായിരിക്കുമല്ലോ, വാച്ച് വേണം കേട്ടോ. അപ്പൊ സ്പീഡിൽ നമുക്ക് എഴുതാനുള്ള ഒരു അവസരം കിട്ടും. ചില സമയത്ത് സ്പീഡ് കൂട്ടേണ്ടി വരും, ചില സമയത്ത് കുറച്ച് സ്പീഡ് കുറച്ച് നമുക്ക് സമാധാനത്തോടെ എഴുതാനുള്ള അവസരവും കിട്ടും. സോ ഓരോ സെഷനും ഇത്ര സമയത്തിനുള്ളിൽ എഴുതി തീർക്കണം. അത് എത്ര സമയമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഓരോ സബ്ജക്റ്റിന് ആ ടൈമിംഗ് വ്യത്യസ്തമായിരിക്കും. പ്രത്യേകിച്ച് മലയാളം മറ്റൊരു വിഷയമാണ്, ഇംഗ്ലീഷ് അതുപോലെ. ഈ 2 സബ്ജക്റ്റുകളും സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് എഴുതി തീർക്കാൻ പറ്റിയില്ല എന്നൊരു പരാതി പലപ്പോഴും ഉണ്ടാകാറുണ്ട്. മാത്സ്, ഫിസിക്സ് പോലെ തന്നെ. മാത്സ്, ഫിസിക്സ് പലപ്പോഴും നമ്മൾ അറിഞ്ഞിടാത്തതുകൊണ്ട് അന്തം കുന്തം ഇരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ മലയാളം, സെക്കൻഡ് ലാംഗ്വേജ് മലയാളവും ഇംഗ്ലീഷും അങ്ങനെയല്ല. അറിവ് കൂടിയത് കൊണ്ട് നമ്മൾ എഴുതി തള്ളി സമയം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഓരോന്നിനും സഫീഷ്യന്റ് ആയിട്ടുള്ള പേജ്. ഇപ്പൊ നമുക്ക് 5 മാർക്കിന്റെ 1.5 പേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 2.5 പേജ് എഴുതിയോണ്ട് കൂടുതൽ മാർക്കൊന്നും കിട്ടത്തില്ല. എന്നാൽ 1.5 പേജിന് നിങ്ങൾ 1/2 പേജ് എഴുതിയാൽ മാർക്ക് കിട്ടത്തില്ല. അപ്പൊ 1.5 പേജ് എന്ന് പറയുമ്പോൾ 1.5 പേജിൽ നിർത്താൻ ശ്രമിക്കുക. ഓക്കെ, ആ രീതിക്ക് തന്നെ പോവുക. അവർ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് നിങ്ങൾ കൃത്യമായി എഴുതുക. അതുപോലെ തന്നെ അവിടെ സെക്കൻഡ് ലാംഗ്വേജ് ആയാലും അതുപോലെ ഇംഗ്ലീഷ് ആയാലും ഓരോ സെഷനും എഴുതി പൂർത്തീകരിക്കേണ്ട സമയം നിങ്ങൾ പ്ലാൻ ചെയ്യുക. 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻ ഇത്ര സമയത്തിന് തീർക്കണം, 10 മുതൽ 15 വരെ ഇത്ര സമയം, 15 മുതൽ 20 വരെ, ഇങ്ങനെ കൃത്യമായ ഒരു ടൈം നിങ്ങൾ പ്ലാൻ ചെയ്യുക. അല്ല എങ്കിൽ നിങ്ങൾക്ക് എല്ലാം അറിയാമായിരിക്കും, പക്ഷേ ഏറ്റവും മികച്ച രീതിയിൽ അറിയാവുന്ന അവസാനത്തെ 8 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ എഴുതാനുള്ള സമയം കിട്ടത്തില്ല. പോയില്ലേ 8 മാർക്ക്. അതുകൊണ്ട് തന്നെ ഓരോ സെഷനിലും എഴുതി തീർക്കേണ്ട എണ്ണം ക്വസ്റ്റ്യൻസ് കൃത്യമായി ആ സമയത്തിനുള്ളിൽ എഴുതി തീർക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിനുവേണ്ടി കൃത്യമായി നിങ്ങൾക്ക് എന്തുണ്ടാകണം? ഒരു പ്ലാനിങ് ഉണ്ടാകണം. അത് എക്സാമിനേഷൻ ഹാളിൽ ഇരുന്നല്ല പ്ലാൻ ചെയ്യേണ്ടത്, അതിന് മുന്നേ തന്നെ. അതിനായിരുന്നു മോഡൽ എക്സാമിനേഷൻ. അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഇനി വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ തന്നെ എക്സാമിനേഷന് തലേ ദിവസം നിങ്ങൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് പ്ലാൻ ചെയ്യുക. ഇത്ര ക്വസ്റ്റ്യൻ മുതൽ ഇത്ര ക്വസ്റ്റ്യൻ വരെ ഇത്ര സമയം, ഇത്ര സമയം, ഇത്ര സമയം. അങ്ങനെ സെക്കൻഡ് ലാംഗ്വേജ് 2.5 മണിക്കൂറിൽ എങ്ങനെ എഴുതി തീർക്കാം, ഇംഗ്ലീഷ് 2.5 മണിക്കൂറിൽ എങ്ങനെ എഴുതി തീർക്കാം, മാത്തമാറ്റിക്സ് 2 മണിക്കൂറിൽ എങ്ങനെ എഴുതി തീർക്കാം എന്ന് കൃത്യമായി നിങ്ങൾ പ്ലാൻ ചെയ്യുക. സോ തീർച്ചയായിട്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുപോകേണ്ട സംഗതികൾ, മറന്നു പോകാൻ പാടില്ലാത്ത സംഗതികൾ. തീർച്ചയായും ഹാൾ ടിക്കറ്റ് മുഖ്യം, പേന മുഖ്യം. ഇത് രണ്ടുമില്ലാതെ ഒരു രക്ഷയുമില്ല. ഇനി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് തീർച്ചയായും ഒരു സ്കെയിൽ വേണം, ഒരു പെൻസിൽ വേണം, ഒരു റബ്ബർ വേണം. സ്കെയിലും പെൻസിലും ഒക്കെ എന്റെ സുഹൃത്തുക്കളെ നിന്ന് വാങ്ങിക്കാം, അവിടെ ചെന്ന് തോണ്ടി വിളിച്ചവനെ വാങ്ങിക്കാം. നിങ്ങൾ അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. അവന്റെ പരീക്ഷ എഴുതാനുള്ള സമയം നഷ്ടപ്പെടുത്തുന്നു, നിങ്ങളുടെ സ്വന്തം പരീക്ഷ എഴുതാനുള്ള നിങ്ങളുടെ സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. ടീച്ചർ അങ്ങോട്ട് തിരിയുന്ന സമയം നോക്കിയായിരിക്കും അവനെ തോണ്ടുന്നത്, അടുത്ത ടീച്ചർ അങ്ങോട്ട് തിരിയുന്ന സമയം നോക്കിയായിരിക്കും അവൻ സ്കെയിൽ നിനക്ക് നൽകുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു 5-10 മിനിറ്റ് നഷ്ടപ്പെടും. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുപോകുന്നതാണ് അത്യുത്തമം. സോ സ്കെയില്, പെൻസില്, റബ്ബർ, പെൻ. ഒരു പേന പോരാ, 1, 2, 3 പേന ആയിക്കോളും, ഒരു കുഴപ്പമില്ല അല്ലേ. മഷിപ്പേന ഇട്ട് എഴുതിയാലും കുഴപ്പമില്ല, നമ്മുടെ ഏത് പേന ആയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ള പെൻ ഏതാണോ അത്. ചിലർ പറയും ബ്ലാക്ക് ഇങ്ക് ആണ് ബെറ്റർ, എങ്കിൽ അത് തന്നെ. ബ്ലൂ ആണെങ്കിൽ ബ്ലൂ, റെഡിങ് വന്നിട്ട് എഴുതി കളയരുത്, അത്രയേ ഉള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ പെൻസിൽ നിർബന്ധം വേണം. സയന്റിഫിക് കാൽക്കുലേറ്റർ,
നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ബയോളജി, സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്ക് സയന്റിഫിക് കാൽക്കുലേറ്റർ തീർച്ചയായും യൂസ് ചെയ്യാം. മാത്സ് പരീക്ഷ, ഫിസിക്സ് എക്സാമിനേഷനൊക്കെ കാൽക്കുലേറ്റർ കൊണ്ടുപോവുക. തീർച്ചയായും നിങ്ങൾ തന്നെ കാൽക്കുലേറ്റർ കൊണ്ടുപോവുക. ഫ്രണ്ട്സിന്റെ കാൽക്കുലേറ്റർ വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക. അതിലെ സെറ്റിംഗ്സ് ഒക്കെ മാറി കിടക്കണമെങ്കിൽ ആൻസറേ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത കാൽക്കുലേറ്റർ കൊണ്ടുപോവുക. ക്ലാസ് ടേബിൾ, ലോഗരിതം ടേബിൾ നോട്ട് അലൗഡ് ഇൻ ദ എക്സാമിനേഷൻ ഹാൾ. കഴിഞ്ഞ 2-3 വർഷങ്ങളായി അത് നിരോധിച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോകാൻ പറ്റിയിരുന്നെങ്കിൽ മാത്സിലും ഫിസിക്സിലും ഒക്കെ ഒത്തിരി ഉപകാരം ഉണ്ടായേനെ. നിർഭാഗ്യവശാൽ അതൊക്കെ നിങ്ങൾ പഠിക്കൂ എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ക്ലാസ് ടേബിൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ തീർച്ചയായിട്ടും എക്സാമിനേഷൻ ഹാളിൽ ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുപോവുക. പുറത്ത് അതികഠിനമായ ചൂടാണ്. നമ്മൾ ഇതൊക്കെ തരണം ചെയ്യുമെന്ന് പറയുമെങ്കിലും എക്സാമിനേഷൻ 2.5 മണിക്കൂർ എക്സാമിനേഷൻ എഴുതുമ്പോൾ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാകും. അതിന്റെ ഒരു ഹാർഡ് വർക്ക് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും വെള്ളം ദാഹിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റീൽ ബോട്ടിൽ, അല്ലെ, വാട്ടർ ബോട്ടിൽ നിങ്ങൾ വെള്ളം കൊണ്ടുപോകുന്നത് നല്ലതാണ്. അതും അടുത്തവനെ ഉപദ്രവിക്കാതിരിക്കുക. സോ എക്സാമിനേഷൻ ഹാളിൽ കയറിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. തീർച്ചയായും നമ്മുടെ സബ്ജക്ട് മാത്തമെറ്റിക്സ് ആണ്. നിങ്ങൾക്കറിയാം മാത്തമെറ്റിക്സ് സബ്ജക്ട് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന +1 +2 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള കംപ്ലീറ്റ് പോർഷൻസും അത് ഡീറ്റെയിൽഡ് ക്ലാസ് ആയാലും റിവിഷൻ ക്ലാസ് ആയാലും ക്യാപ്സ്യൂൾ ക്ലാസ്സുകളായാലും ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. തീർച്ചയായും മാത്തമെറ്റിക്സ് എക്സാമിനേഷന്റെ സമയമാകുമ്പോൾ അത് കണ്ടു പഠിക്കുക. ആദ്യ എക്സാമിനേഷന് തയ്യാറെടുക്കുന്ന +1 +2 വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ ആശംസകളും. +1 വിദ്യാർത്ഥികൾക്ക് യാതൊരു ടെൻഷന്റെയും ആവശ്യമില്ല. കൂളായിട്ട് എക്സാമിനേഷൻ എഴുതുക. തീർച്ചയായും +1 അല്ലേ, വലിയ പ്രശ്നമൊന്നുമില്ല. +2 ആകുമ്പോൾ മാർക്ക് വാങ്ങിക്കാം. അങ്ങനെയല്ല, +1ലെയും +2ലെയും എക്സാമിനേഷന്റെ മാർക്ക് ആഡ് ചെയ്യുമ്പോഴാണ് ഹയർ സെക്കൻഡറി റിസൾട്ട് ആകുന്നത്. അതുകൊണ്ട് തന്നെ +1ലെ മാർക്കിന് വളരെ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ ഉണ്ടാകാൻ സാധ്യതയില്ല ഒക്ടോബർ മാസങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ നഷ്ടപ്പെടുന്ന മാർക്ക് നമുക്ക് നഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക് വാങ്ങിക്കുവാൻ വേണ്ടി +1 വിദ്യാർത്ഥികൾ ശ്രമിക്കുക. നമ്മുടെ കരിയർ തീരുമാനിക്കുന്ന ഒരു വർഷമാണ് +2 വിദ്യാർത്ഥികൾക്ക്. നിങ്ങൾ അടുത്തെന്ത് പഠിക്കണം, അല്ലെ, അന്ന് തീരുമാനിക്കുന്നത് ഏകദേശം ഈ മാർക്കാണ്. സോ സ്വാഭാവികമായിട്ടും +2 വിദ്യാർത്ഥികൾ അതീവ ഗൗരവം ഈ വരുന്ന പബ്ലിക് എക്സാമിനേഷന് കൊടുക്കുക. ആ ഒരു സീരിയസ്നെസ്സോട് കൂടി പഠിക്കുക. ഭാഗ്യത്തിന് നമുക്ക് വളരെ കംഫർട്ട് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ആണ്. ഓരോ എക്സാമിനേഷന് സഫിഷ്യന്റ് ടൈം ഉണ്ട് പഠിക്കുവാൻ. അതനുസരിച്ച് കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി മികച്ച രീതിയിൽ എല്ലാ എക്സാമിനേഷനും എഴുതി പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.